ഇരിക്കുന്ന ശീർഷകം വളരെ അർത്ഥവത്താണ്. എന്ന് വെച്ചാല് 40 വയസ്സ് വരെയുള്ള മുഹമ്മദിനെ അവരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് തന്നെ പഠിച്ചാല് ആള് കുറെ ഡീസന്റ് ആയിരുന്നു. നമ്മളും അങ്ങനെ ആയിരുന്നെങ്കിൽ നന്ന്. അദ്ദേഹം അവിടെ അൽ അമീനായി, വിശ്വസ്തനായി അറിയപ്പെടുകയും സമൂഹത്തിലെ സാധാരണക്കാരോട് ഇടപഴകുകയും ഒക്കെ ചെയ്ത തരത്തിലെ ഈ പറയുന്ന യോഗ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് ഈസ് അപ്രിഷ്യബിൾ. അപ്പൊ അത് യോഗ്യത എന്ന് പറയുമ്പോൾ അങ്ങനെ ഇനി ആ രൂപത്തിലെ മനുഷ്യൻ നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. കൂടുതൽ കുറവുണ്ടെന്നേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞു തീർക്കാൻ ചെല്ലുകയും നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലും ഉണ്ട്. ഈ മതം ഒന്നും പഠിക്കാത്തവർക്കിടയിലും ഉണ്ട്. അപ്പൊ ഓക്കെ, ഇനി എന്താണല്ലോ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഈ 40-ാം വയസ്സിലെ ധ്യാനം, ഹിറാ ഗുഹയിലെ സംഭവത്തിന് ശേഷം മുഹമ്മദ് പോകുന്ന എങ്ങോട്ടാണ് നിങ്ങൾ ധരിക്കുക? എന്തെല്ലാം സംഭവിച്ചു? ഖദീജയോടും അതുപോലെ അബൂബക്കർ, ഇങ്ങനെ കുറെ പേരെ അദ്ദേഹം പെട്ടെന്ന് മതപരിവർത്തനം ചെയ്യിക്കുന്നു. അള്ളാഹുവിനെ മതപരിവർത്തനം ചെയ്യിക്കുന്നുണ്ട്. അത് ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യത്തെ മുസ്ലിം അള്ളാഹു ആണ്. കാരണം അള്ളാഹു അതുവരെ ഒരു ഗോത്രദേവനാണ്. മുഹമ്മദിന് ഇത് കിട്ടിയതോടുകൂടിയാണ് അള്ളാഹു ഒരൊറ്റയടിക്ക് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഐക്യരാഷ്ട്രസഭയുടെ പ്രസിഡന്റ് ആയാലും എങ്ങനെ ഇരിക്കും അതേ രൂപത്തിൽ ഉയർന്നു. ഒരു ചെറിയ പഞ്ചായത്തിൽ, ഇണ്ടന്തുരുത്ത് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് അവിടെ സേവനം അനുഷ്ഠിച്ചിരുന്ന ആളാണ് ഒറ്റയടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അല്ലെ അമേരിക്കൻ പ്രസിഡന്റിന് കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും? ഈ ഒരു അവസ്ഥയിലെത്തി അള്ളാഹു. അപ്പൊ അള്ളാഹുവിനെ സുന്നത്ത് ജയിച്ച് നേരെ ഇതുപോലെ പ്രപഞ്ച സൃഷ്ടാവാക്കി ഒക്കെ മാറ്റി. അടുത്തത് ഈ അബൂബക്കറിനോട് കെട്ടുകഥകളെല്ലാം പറഞ്ഞ് ഈ കുതിരപ്പുറത്ത് സ്വർഗത്തിൽ പോയ കഥകളെല്ലാം അവിടെ പറഞ്ഞ് അത് അങ്ങനെയാക്കി. ഇങ്ങനെ വന്ന് പോകുന്ന വഴിക്കെല്ലാം അദ്ദേഹം സ്ത്രീജനങ്ങളെ സമ്പാദിക്കുകയും സ്വന്തമായിട്ട് ഒന്നുമില്ലാതിരുന്നൊരു മനുഷ്യൻ നോക്കി നിൽക്കെ സമ്പന്നനായി തീരുകയും ചെയ്ത കഥകളാണ് കാണുന്നത്. അപ്പോൾ ഇന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളിന്റെ പേര് അന്വേഷണം വരും, സർക്കാർ പിടിക്കും, ചോദ്യം ചെയ്യും, ഇദ്ദേഹം പറയുന്ന വാദഗതികൾ തെളിയിക്കണം, അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ തെളിയിക്കണം, ഇല്ല എങ്കിൽ കേസ് വരും. അപ്പൊ ഇത്തരത്തിൽ പോയിട്ട് ദുരാത്മാവിനാൽ പ്രചോദിതനായിട്ട് ഉള്ള ഒരു മാർഗമാണ് അദ്ദേഹം രൂപവൽക്കരിച്ചത്. അപ്പൊ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് രണ്ടു തരത്തിലെ മുഹമ്മദിനെ പറ്റിയാണ്. ഒന്ന്, അതിനു മുമ്പുണ്ടായിരുന്ന മുഹമ്മദ്, 40 വയസ്സിൽ വരെയുള്ള മുഹമ്മദ്, നബുവത്ത് കിട്ടിയ ശേഷമുള്ള മുഹമ്മദ്. അപ്പൊ നമുക്കതിൽ കാണുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു മാന്യതയോ ഗുണപരമായ ചിലതോ മുഹമ്മദിൽ ഉണ്ടെങ്കിൽ അത് എവിടെയാണ്? ഈ മലക്ക് എന്ന് പറയുന്ന ജീവി ആവേശിക്കുന്നതിന് മുമ്പ് മാത്രമേ ഗുണഗണങ്ങൾ മുഹമ്മദിലുള്ളൂ. എന്ന് മലക്കിനെ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നു. ആ ഹാലൂസിനേഷന് ശേഷം, ആ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതെല്ലാം തലതിരിഞ്ഞ വെളിപ്പാടുകളും സ്വന്തം പരിമിതികളെ, സ്വന്തം ഈ പെർവേർട്ടഡ് സെക്സിന്റെ ഒരു മാനസികാവസ്ഥ, അതായത് വൈകൃത ലൈംഗികതയുടെ ഒരു മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലെ കഥകളും ചിന്തകളും ഒക്കെ ആയിരുന്നു. ഇവിടെ തമാശ നിറഞ്ഞൊരു കാര്യം കൂടെ, ഇവിടെ തുടക്കത്തിലെ പറഞ്ഞു വഴിപിഴച്ചവർ എന്നുള്ളൊരു കാര്യം അജീഷ് പറഞ്ഞായിരുന്നു. വഴിപിഴച്ചവര് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ഉമറിനാ വഴിപിഴച്ചേ. കാരണം വാഹനത്തെ തെറ്റിച്ച് കളഞ്ഞ ഉമറാണ്. മുഹമ്മദിനോട് സംശയം ചോദിക്കുക. അപ്പൊ ഗുരു ശിഷ്യനും ഒക്കെ കൂടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഇത് കേൾക്കുമ്പോ സോക്രട്ടീസിന് ഈശ്വരനുണ്ടായിരുന്നു, പ്ലേറ്റോ. അപ്പൊ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തമ്മിൽ ഇത്തരം കാര്യങ്ങളാണോ ചർച്ചയ്ക്ക് വെച്ചുകൊണ്ടിരുന്നത്? ശ്രീനാരായണ ഗുരുവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു, കുമാരനാശാൻ. ഇവര് തങ്ങളിലെ ചർച്ച ഇതാണോ? യേശുവിന് 70 ശിഷ്യന്മാരുണ്ടായിരുന്നു, അവർ തങ്ങളിലെ ചർച്ച ഇതുവല്ലാണോ? പൗലോസിന് ശിഷ്യന്മാരുണ്ടായിരുന്നു, ലോകത്തനേക ഗുരുക്കന്മാര്, ആയിരക്കണക്കിന് ഗുരുക്കന്മാരെ ലോകത്ത് വന്നു. അവരെല്ലാം തമ്മിൽ ചർച്ച ചെയ്യുന്നത് ഭാര്യയുടെ കൂടെ രാത്രി ചെലവഴിച്ചതും, പിന്നെ എന്താ പറയുക, അവരുടെ ബീജം പുറത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ തരത്തിലെ കഥകളും ഇതൊക്കെ ഒരു ഗുരുവിനോട് പറഞ്ഞു കൊടുക്കുക. ഇനി ഇത്തരം കഥകൾ കുടുംബത്തിൽ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് നിവേദനം ചെയ്യാൻ വേണ്ടി കുറെ സ്ത്രീകളെ കല്യാണം കഴിച്ചു വെച്ചേക്കുക, കൊച്ചു പിള്ളേരെ. അതായത് 53 വയസ്സോ 56 വയസ്സോ ഉള്ള ഒരു കിളവനോട് 6 വയസ്സുള്ള ഈ 6 3 9, അത് നമ്മൾ 9 എന്ന് പറഞ്ഞില്ലേ നമ്മളെ ഭൂമി വെച്ചേക്കരുതെന്നാണ് അലിയാർ കാസിമി പറഞ്ഞത്. 10 എന്ന് പറയണം, 1 വയസ്സ് കൂട്ടിയിട്ടേക്കണം. ഓക്കെ, 10 വയസ്സുള്ള കൊച്ചു വന്ന് വേണം ചോദിക്കാൻ എങ്ങനെ വേണം കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അപ്പച്ചൻ ഈ കൊച്ചിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ കൊച്ചു പെങ്കൊച്ചു എന്നിട്ട് അടുത്തടുത്ത സംശയക്കാരോട്, തള്ളമാരോടൊക്കെ പറഞ്ഞു കൊടുക്കും കുടുംബജീവിതം എങ്ങനെയാണ്. അതിനാണ് ഈ കല്യാണം കഴിച്ചതെന്ന് പഠിപ്പിക്കുക. ഇനി വേറെ ഒത്തിരി കഥകളുണ്ട്. അവർക്ക് ആയിഷയ്ക്ക് ഒരു ജോലി കൊടുത്തിട്ടുണ്ട് മുഹമ്മദ്. അതൊക്കെ പറയാതിരിക്കുകയാണ് ഭേദം, ഇവിടെ ഒന്നും പറയാൻ കൊള്ളൂല. അപ്പം ഇങ്ങനൊക്കെയുള്ള ചില ജീവിത ശൈലിയിലേക്ക് അദ്ദേഹം പോകുന്നു. ഇതുപോലെ നമ്മളും ജീവിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞ് ഹദീസുകൾ ഉണ്ടാകുന്നു. നമ്മൾ അതിനെ ക്രൈസ്തവ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെറുക്കുമ്പോൾ നമ്മൾ തെറി പറയുന്ന ഇവർക്ക് തോന്നുന്നു. ഇന്നലെ ഇവിടെ ഒരു സഹോദരൻ ബഹിഷ്കരിച്ചു പോയത് ഞാൻ എന്തോ ചീത്ത പറയുന്ന ആളാണ്, ഇങ്ങനെയുള്ള ആളുകൾ ഉള്ള റൂമിൽ ഇല്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി. എക്വിപ്പ് തന്നെയാണ് മോഡറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് എന്താണ്? വസ്തുതാപരമാണ്. വസ്തുതാപരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ചീത്തയാണ് എന്ന ബോധത്തിൽ ഇറങ്ങിപ്പോവുക. ഞാൻ നീട്ടുന്നില്ല.
അപ്പം പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കാണേണ്ടത് ഈ ഈവിൾ സ്പിരിറ്റിന്റെ ഒരു ഓപ്പറേഷൻ. ഇവരെല്ലാം എടുത്ത് പരിശോധിച്ചു. നല്ല മനുഷ്യരും കൊള്ളാവുന്നവരുമായ ഒത്തിരി മനുഷ്യരുണ്ട്. അവരെല്ലാം ഈ വിശ്വാസം ചതിച്ചു കളഞ്ഞു. അത് അവരെ തന്നെ തോൽപ്പിച്ചു. എത്രമാത്രം പിശാചെന്ന ഒരു വസ്തുത ഉണ്ട് എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഉണ്ട് എന്നതിന് തെളിവായിട്ട് ഒറ്റ സ്ഥലത്തേക്ക് നോക്കിയാൽ മതി. അത് ഇസ്ലാമിന്റെ ആവിർഭാവ സ്ഥലത്തേക്ക് നോക്കിയാൽ മതി. നിർബന്ധിച്ച് വിഗ്രഹത്തെ ആരാധിപ്പിക്കുക. ലോകത്ത് വിഗ്രഹാരാധന പല മതങ്ങളിലും ഉണ്ട്. ഹിന്ദു മതത്തിലും ക്രിസ്ത്യാനിറ്റിയുടെ ചില വേർഷനും ഒക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ നിർബന്ധമില്ല ഇതൊന്നും. ഒരു ഹിന്ദു പോയിട്ട് അയ്യപ്പ വിഗ്രഹത്തെ നമസ്കരിക്കണമെന്ന് ഒരു നിയമവും ഇല്ല. പക്ഷേ നിർബന്ധപൂർവം ഈ വിഗ്രഹത്തെ ആരാധിക്കാൻ നിയമമുള്ള, കാബായിലെ കറുത്ത കല്ലിനെ വണങ്ങാൻ നിയമമുള്ള ഒറ്റ മതമേ ഉള്ളൂ, അത് ഇസ്ലാമാണ്. അതായത് ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാവരുത്, ഇത്തരം വസ്തുക്കളെ നമസ്കരിക്കരുത് എന്ന് കൃത്യം എഴുതി വെച്ചപ്പോൾ നിർബന്ധപൂർവം നമസ്കരിക്കുക. മനസ്സിലായില്ലേ? മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായിട്ട് രക്ഷകൻ മനുഷ്യനായി ഇറങ്ങി വരണമെന്ന് പഴയ നിയമത്തിലെ കൂലി കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനെ സ്ഥിരീകരിച്ച് ദൈവപുത്രൻ മനുഷ്യപുത്രനായി വന്നപ്പോൾ ദൈവത്തിന് മകനുണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ എങ്ങനെയാണ് മനുഷ്യരാശി നേരെ പോകാൻ പറഞ്ഞത്? ആ പോക്കിന് കടകവിപരീതം തിരിച്ച് മനുഷ്യനെ എങ്ങനെ പാപത്തിന്റെ അധമ വഴിയിലേക്ക് വിടാം, അതിനുവേണ്ടി ആവേശിച്ച ഏതോ ദുഷ്ടശക്തിയാണ് ഇദ്ദേഹം ഹിറാ ഗുഹയിലൊക്കെ വെച്ച് കണ്ടുമുട്ടിയത് എന്നത് നിസ്സംശയം തെളിയിക്കാം. അപ്പൊ നമ്മുടെ വിഷയത്തിലൂടെ വരാനും അഭിപ്രായം പറയാനും ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറാം. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ചർച്ച തുടരട്ടെ. പക്ഷേ ഞാനൊരു ഒരു ഒരു കൂട്ടിച്ചേർക്കലിനോട് വേണ്ടി ഒരു റിക്വസ്റ്റ് വെക്കുകയാണ്. പറയൂ പറയൂ. ഇന്നലത്തെ നമ്മുടെ റൂമുകളിലൊക്കെ വന്ന ഒരു ഒരു ചിന്ത, അതായത് ഈ ക്രിസ്ത്യാനിറ്റി എന്ത് സംഭാവനയാണ് ലോകത്തിന് കൊടുത്തത്, പ്രത്യേകിച്ച് ഈ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ക്രിസ്ത്യാനിറ്റി എന്താണ് ലോകത്തിന് കൊടുത്തത്, സാമൂഹിക രംഗത്ത് ക്രിസ്ത്യാനിറ്റി ലോകത്തിന് വേണ്ടി എന്താണ് കൊടുത്തത് എന്ന് ഒരു വലിയ ആക്ഷേപം അവർക്കിടയിലുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു ചെറിയൊരു വിവരണം നമ്മുടെ അതായത് കർത്താവിന്റെ ഐഹിക ജീവിതകാലം മുതൽ അറ്റ് പ്രസന്റ് വരെ ഈ രംഗങ്ങളെ ക്രിസ്ത്യാനിറ്റി എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്നൊന്ന് പറയാമോ? വളരെ ആവേശം നിർഭരമായി പറയേണ്ട ഒരു ടോപ്പിക്കാണ് അത്. നമ്മൾ രണ്ടുമല്ലാത്ത, യേശുവിനെ സ്വീകരിച്ച് യേശുവിന്റെ അനുഗാമികൾ നമ്മൾ രണ്ടുമല്ലാത്ത അക്രൈസ്തവനായ ഒരാളെ കൊണ്ട് ഞാൻ അതിന് മറുപടി പറയിപ്പിച്ചു തുടങ്ങാം. വേറെ ആരുമല്ല, നമ്മുടെ ഭരണഘടനാ ശില്പി സാക്ഷാൽ ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ബുദ്ധിസം സ്വീകരിച്ച ആളാണ്. അദ്ദേഹം കൃത്യമായിട്ട് ഇതേപ്പറ്റി പറയുന്ന അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളുണ്ട്. ആവശ്യക്കാർക്ക് ഞാൻ റെഫറൻസ് ഇട്ടുതരാം. ഒരു 2 മിനിറ്റ് തരണമെന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയണ്ടേ? അദ്ദേഹത്തിന്റെ സമൂഹം ഹിന്ദു അല്ല എന്ന് പറയാൻ ശ്രമിച്ച ആളാണ്. ഹിന്ദു അല്ല. അതിന് അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ ദീർഘനാളുകൾ നിൽക്കുന്ന ഡിബേറ്റ് നടക്കുന്നുണ്ട്. അപ്പോ ഹിന്ദു അല്ല ഞങ്ങൾ എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് അദ്ദേഹം തന്റെ സമൂഹത്തോട് പറഞ്ഞു, ഹിന്ദു മതം വിട്ട് നിങ്ങൾ പുറത്തു പോകണം, അത് നിങ്ങൾക്ക് അടിമത്തമാണ് എന്ന് കൃത്യം പറഞ്ഞു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മാധവൻ, അതായത് NSSന്റെ SNDPയുടെ ആദ്യകാല ജനറൽ സെക്രട്ടറിമാരൊരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളെ അല്ല, അങ്ങനെ പുസ്തകമുണ്ട്, സ്വതന്ത്ര സമുദായമാണ് ഞങ്ങൾ എന്ന് പറയേണ്ടി വന്നു. കാരണം അംബേദ്കറിസമാണ് അദ്ദേഹം ഫോളോ ചെയ്തത്. അങ്ങനെ പറഞ്ഞ അദ്ദേഹം പിന്നെന്ത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യം മുമ്പോട്ട് വെച്ചു, അതൊരിക്കലും ഇസ്ലാം ആകരുത്. അതിന്റെ കാരണം ഇസ്ലാമിൽ സാഹോദര്യമുള്ളത് അവർക്കിടയിലാണ്, ആ സമൂഹത്തിന്റെ ഇടയിലാണ്. അത് പുറത്തേക്ക് സാഹോദര്യം കൊടുക്കുന്നില്ല. ഇസ്ലാമിലെ സഹകരണവും ഐക്യതയല്ല അവർക്കുള്ളിലാണ്, അത് പുറത്തേക്ക് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നും മാത്രമല്ല, ഇന്ത്യയിൽ അത് ബുദ്ധിസത്തിന്റെ വളർച്ചയെ ഒട്ടേറെ നശിപ്പിച്ച സംഭവങ്ങൾ പറഞ്ഞു. ഖുത്ബുദ്ദീൻ ഐബക്കിനെ എടുത്താലും ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ള ഇസ്ലാമിക രായ നിരവധി അന്നത്തെ കുടിയേറ്റക്കാരെയൊക്കെ എടുത്താൽ അവർ വന്ന് ഈ നമ്മുടെ വിലപിടിപ്പുള്ള ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളും ബുദ്ധിസ്റ്റ് വിഹാരങ്ങളും കൊള്ളയടിച്ചതും അതുപോലെ തന്നെ ബുദ്ധമത കേന്ദ്രങ്ങളൊക്കെ തകർത്തു. ഇത് അംബേദ്കർ കൃത്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിതേ അംബേദ്കർ അദ്ദേഹത്തിന്റെ കൃതികളിൽ ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്തു എന്ന് പറയുന്നുണ്ട്, കുറ്റവും കുറവൊക്കെ പറയുന്നുണ്ട്. ഈ കുറ്റവും കുറവും പറയുമ്പോൾ തന്നെ മിഷണറിമാരുടെ സ്നേഹനിർഭരമായ ഇടപാടുകളെ കുറിച്ച് കൃത്യം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ കമന്റ് എഴുതുന്ന കക്ഷി ഓർക്കണം, നിങ്ങൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ വട്ടെഴുത്തുണ്ടല്ലോ, വട്ടത്തിലുള്ള എഴുത്ത്, അതായത് ക എന്ന അക്ഷരം എഴുതുമ്പോൾ അതിന്റെ സ്ക്വയർ ലെറ്റർ മാറ്റിക്കൊണ്ട് ആ വളവിലുള്ള അക്ഷരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന് കേരളക്കരയ്ക്ക് സമ്മാനിച്ച ആളിന്റെ പേര് ബെഞ്ചമിൻ ബെയ്ലി എന്നാണ്. ഈ ബെയ്ലിയാണ് നമുക്കിവിടെ ഒരു അച്ചടിശാല കേരളത്തിൽ ഉണ്ടാക്കുന്നത്, കോട്ടയം CMS പ്രസ്സിൽ. അദ്ദേഹമാണ് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. കോട്ടയത്തൊരു CMS കോളേജ് ഉണ്ടാകുമ്പോൾ
അന്നത്തെ തിരുവിതാംകൂറിന് കീഴിൽ സ്വന്തം സ്കൂൾ ഇല്ലാത്ത കാലത്ത് കോളേജ് തുടങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. മാത്രമല്ല അദ്ദേഹമാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യർക്ക് വിദ്യാഭ്യാസം ചെയ്യത്തക്ക വിധത്തിൽ സ്കൂളുകൾ ഉണ്ടാക്കിയത്. ഈ സ്കൂളുകളുടെ കഥകളൊക്കെ ഒത്തിരി ഉണ്ട്, ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഇതിന്റെ കാന്തപുരം ഒക്കെ പള്ളിക്കൂടം എന്നുള്ള പദം അപകരിച്ചെടുത്തുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. പള്ളിയോട് ചേർന്ന് ചാർത്തുകൾ പിടിച്ചിട്ട് അവിടെ ഈ മാമ്പലക അറത്ത് കൊണ്ടുവന്ന് ആർശാരിമാരെ കൊണ്ട് ബെഞ്ചും തട്ടിക്കൂട്ടി പള്ളിയുടെ സൈഡിൽ തുടങ്ങി വെച്ച സ്ഥാപനങ്ങളാണ്. പിന്നെ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ചുകൾ, ഈ ക്രിസ്ത്യൻ ചർച്ചുകളോട് ചേർന്ന് തുടങ്ങിയ കെട്ടിടങ്ങളാണ് പിൽക്കാലത്ത് സ്കൂളുകളായിട്ട് വളർന്നത് കേരളത്തിൽ. ഇന്ത്യയിലെ ചരിത്രം മൊത്തം എടുത്താൽ ആദ്യത്തെ പത്രം തുടങ്ങുന്നതും അതുപോലെ തന്നെ സതിക്കെതിരെ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതെല്ലാം ആരാണ്? ക്രൈസ്തവർ തന്നെയാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി എടുക്കാം. ലോകത്തെ മൊത്തം എടുത്താൽ അതിനെ ആധുനികവൽക്കരിച്ചത് ക്രിസ്ത്യാനിറ്റി വഹിച്ച പങ്ക് എവിടെ നിൽക്കുന്നു നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഈ ഇന്ന് വരെ ലഭ്യമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കണ്ടെത്തലുകൾക്ക് ഒരു സമൂഹം എന്ന നിലയിൽ ഏറ്റവും അധികം പരിഗണന കിട്ടുന്നതിന്റെ തെളിവാണ് നോബൽ പ്രൈസുകൾ എന്ന് പറയുന്നത്. ഈ നോബൽ പ്രൈസുകളുടെ 70% കരസ്ഥമാക്കിയത് ക്രൈസ്തവരോ ജൂതന്മാരോ ആണ്. അപ്പോൾ ഇന്ന് കാണുന്ന എല്ലാത്തരം അഭിവൃദ്ധി, വൈദ്യുതി മൈക്കൽ ഫാരഡെ എന്ന ഒരു ദൈവദാസന്റെ കണ്ടെത്തലാണ്. ഇനി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ ഏറ്റവും നൂതനമായ വിളകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ പട്ടിണിയെ ശമിപ്പിച്ച് ഏറ്റവും അത്യുൽപാദന ശേഷിയുള്ള വിത്തുക്കളും മറ്റുമൊക്കെ ലോകത്തിന് കൊടുത്തത് ഗ്രിഗർ മെൻഡൽ എന്ന ഒരു കത്തോലിക്ക പുരോഹിതനിലൂടെയാണ്. ഇനിയും നിങ്ങൾ ഓരോരുത്തർക്കും മാക്സ് പ്ലാങ്കിനെ എടുക്ക്, അതുപോലെ തന്നെ ഐസക് ന്യൂട്ടനെ എടുക്ക്, നിരവധി ആളുകൾ. അപ്പൊ ഈ പേരിൽ മുസ്ലിങ്ങളും ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിനെ നിരാകരിക്കുന്നില്ല, പക്ഷെ പെർസെന്റ് വളരെ കുറവാണ്. അപ്പൊ ഈ മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവൻ ആഹാരം മേടിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, അതായത് ചൂണ്ട കൊടുക്കുകയാണ് ഞങ്ങളുടെ ശീലം. അത് മീൻ പിടിച്ചു കൊടുക്കുന്നത് കുറവാണ്. മീൻ പിടിച്ച് അന്നത്തേക്ക് കൊടുക്കും, ആത്യന്തികമായിട്ട് അവന് ചൂണ്ട കൊടുക്കുക. ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൂണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ കൊടുത്താൽ ഇവൻ പിറ്റേന്ന് മീൻ വന്ന് ക്യൂ നിൽക്കും. നമുക്കതിൽ താല്പര്യമില്ല. അവനെ സ്വയം പര്യാപ്തനാക്കാൻ അവന്റെ പക്കലേക്ക് ചൂണ്ട കൊടുക്കുന്നു, അവന്റെ പക്കലേക്ക് വല കൊടുക്കുന്നു. അവൻ പണിയെടുക്കണം, എറിഞ്ഞു പിടിക്കണം, അവൻ അതിന് വേണ്ട ആദ്യത്തെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ സേവനം. ഇനി വേറൊന്നുകൂടി പറയാം. ഇന്ത്യയില് ലോകത്തില് ഏറ്റവും ശ്രദ്ധേയമായ എല്ലാത്തരം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ക്രിസ്ത്യാനിറ്റി തന്നെയാണ്. ഇപ്പൊ റെഡ് ക്രോസ് എന്നൊരു ആശയമുണ്ട്. എന്താ റെഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പാകിസ്ഥാന്റെ ഇന്ത്യയുടെയും യുദ്ധം നടക്കുന്ന ഭൂമിയിലേക്ക് ചെല്ലുക. യുദ്ധം നടക്കുന്ന ഭൂമിയിൽ ഇന്ത്യയുടെ ദേശീയ പതാകയോ ഇന്ത്യയുടെ അശോക സ്തംഭമോ വെച്ചിട്ടുള്ള ഒരു വണ്ടി കണ്ടാൽ, അതുവഴി പോകുന്ന കണ്ടാൽ വെടിവെക്കും പാകിസ്ഥാനികൾ. തിരിച്ചിങ്ങോട്ട് അവരുടെ വണ്ടി കണ്ടാൽ നമ്മളും വെടിവെക്കും. ഇരുകൂട്ടരും വെടിവെക്കാത്ത, ഇരുകൂട്ടരും ആക്രമിക്കാത്ത വണ്ടി ഒന്നേ ഉള്ളൂ, അത് റെഡ് ക്രോസിന്റെ വണ്ടിയാണ്. ആ റെഡ് ക്രോസിന്റെ വണ്ടിക്ക് ഒരു ചുവന്ന കുരിശുണ്ട്. അത് അതിലേ ചെല്ലുമ്പോൾ മുഷറഫ് ആണെന്ന് ഇന്ത്യ ഭരിക്കുന്നത്, പാകിസ്ഥാൻ ഭരിക്കുന്നത്, വാജ്പേയി ആണെന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി കണ്ടാൽ മുഷറഫിനും പ്രശ്നമില്ല, ആ വണ്ടി കണ്ടാൽ നമ്മുടെ വാജ്പേയിക്കും പ്രശ്നമില്ല. കാരണം ഈ വണ്ടിയിൽ ആരാ വരുന്നവരുണ്ടേ? യുദ്ധത്തിൽ വീണ് മുറിവേറ്റ പട്ടാളക്കാരെ, പാകിസ്ഥാനിയെ ഇന്ത്യക്കാരനെയും ഒരേ വണ്ടിയിൽ കൊണ്ടുവന്ന് സൈനിക ആശുപത്രിയിൽ കൊണ്ടുവന്ന് ചികിത്സിച്ച് വിടുന്ന മാർഗമാണ് റെഡ് ക്രോസ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ദൗത്യമാണ്. ഇങ്ങനെ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി ലോകമാസകലം പ്രവർത്തിക്കുന്നത് ക്രൈസ്തവരാണ്. നിങ്ങളുടെ വായനയുടെ അഭാവമാവും, ബോബിയുടെ അല്ല. ഈ താഴെ ഇങ്ങനെ ഞങ്ങളോട് ഒന്ന് കമന്റ് ഇട്ടൊക്കെ ചോദിക്കുന്ന ആളുകളുടെ വായനയുടെ അഭാവമാണ്. ഇത് തന്നെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ട്. ഞങ്ങൾ പുറം ലോകത്തോട് ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇവിടെ വന്നിട്ട് ആളുകൾ സനാതന ധർമ്മത്തെ പറ്റി, അതിന്റെ മഹത്വത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ, ഇവിടെ നളന്ദ ഉണ്ടായിരുന്നു, തക്ഷശില ഉണ്ടായിരുന്നു, ഇന്ത്യക്ക് മഹത്തരമായ പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം സത്യമാണ് സുഹൃത്തെ. പക്ഷെ നിങ്ങൾ ഇതെന്തുകൊണ്ട് സാധാരണ മനുഷ്യനിലേക്ക് വിന്യസിച്ചില്ല, സാധാരണക്കാരിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നില്ല, ഇറങ്ങിച്ചെന്നില്ല? ഈ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാക്കിയാലാണ് നമ്മളാണ്. ഇനിയും ഒന്നുകൂടി പറയട്ടെ, ഒത്തിരി ഉണ്ട് പറയാൻ. നിങ്ങൾ ഇത് ചോദിച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നാട്ടില് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ പണ്ട് ഒരു കോളേജ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ കോളേജ് ഉണ്ടായിരുന്നു. ആ കോളേജിൽ നിന്നാണ് നമ്മുടെ ഡോക്ടർ പൽപു എന്ന ഈഴവൻ ആദ്യമായിട്ട് ബിരുദമെടുക്കുന്നത്. മെഡിസിൻ പഠിച്ച് ബിരുദമെടുത്ത് വരുന്നത് അങ്ങനെയാണ്. അപ്പോ ഈഴവ സമുദായത്തിലെ ആദ്യത്തെ MBBS കാരന്റെ പേരാണ് ഡോക്ടർ പൽപു. ബിരുദമെടുത്ത പൽപു ചെന്നിട്ട് തിരുവിതാംകൂർ രാജാവിനെ മുഖം കാണിച്ചു. ഞാൻ ഇങ്ങനെ ബിരുദമൊക്കെ എടുത്ത് തുടങ്ങുമ്പോൾ രാജാവ് പ്രശംസിച്ചിട്ട് പറഞ്ഞു, നീ ചെത്തുന്ന തെങ്ങിന് പാട്ടം തരണ്ടെന്നാ പറഞ്ഞത്. ഇന്ന് ഈഴവര് വളരെ ഖേദത്തോടെ പറയുന്ന ഒരു പരാമർശമാണത്. അങ്ങനെ ആക്ഷേപിച്ചു വിട്ടു. അപ്പോ ഈഴവൻ കുലത്തൊഴിലായ തെങ്ങുചെത്ത് മാത്രം ദീക്ഷിച്ചാൽ മതി എന്ന് പറയുന്ന കാലത്ത് അവനെ MBBS ആക്കിയ മാർഗമാണ് യേശുവിന്റെ സുവിശേഷത്തിന്റെ മാർഗം. അത്തരം സ്ഥാപനങ്ങൾ നമ്മളാണ് തുടങ്ങിയത്. ഇന്ത്യയുടെ പ്രഥമ പൗരനായിട്ട് ഒരു ദലിതൻ രാഷ്ട്രപതിയായി മാറിയ സംഭവമുണ്ട്. അദ്ദേഹം പഠിച്ചത് ക്രിസ്ത്യൻ സ്ഥാപനത്തിലാണ്.
ക്രിസ്തീയ പരിഗണനകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് കരകയറി വരാൻ കഴിഞ്ഞത്, മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. നിങ്ങൾ ഓരോ സ്ഥലങ്ങളെ എടുത്തു പഠിക്കുക. രാഷ്ട്രപതി മുർമു അവരുടെ ചരിത്രം പോയി പഠിക്കുക. അവരെവിടുന്നാ പഠിച്ചു വന്നതെന്നും അവരെങ്ങനെയാണ് വളർന്നതെന്നുമുള്ള ചരിത്രം നിങ്ങളൊന്ന് പരതുക. ഞാൻ ആ ചരിത്രം ഒത്തിരി പുറത്തേക്ക് വിടുന്നില്ല. ഇങ്ങനെ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ആദിവാസികളായി കിടന്ന മണിപ്പൂരിലെ, മേഘാലയയിലെ, മിസോറാമിലെ, ആസാമിലെ അതിസാധാരണക്കാരായ മനുഷ്യര് വളർന്നതും വികാസം പ്രാപിച്ചതും എല്ലാം ക്രിസ്ത്യാനിത്വത്തിന്റെ പുരോഗമനത്തിന്റെ വഴിത്താരയിലൂടെയാണ്. അങ്ങനെ ഏത് സ്ഥലത്തുണ്ട്? ഒറ്റവാക്കി പറയട്ടെ, എവിടെ ക്രിസ്ത്യാനിത്വം ചെന്നോ അവിടെ മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നവീനമായ വിദ്യാഭ്യാസത്തിന്റെ, മാനവിക ബോധത്തിന്റെ, സ്ത്രീ പുരുഷ സമത്വത്തിന്റെ, മനുഷ്യാവകാശങ്ങളുടെ വഴിയിലൂടെയാണ് വളർന്നിട്ടുള്ളത്. അങ്ങനെ ഇസ്ലാം വളർന്ന ഒരു സ്ഥലം കാണിച്ചതാ മനുഷ്യാവകാശത്തിന് പ്രസക്തി കൊടുത്തുകൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആത്മീയതയൊന്നും അല്ലാതെ ഏറ്റവും കൃത്യമായി ഇസ്ലാമിന് സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞതോ മനുഷ്യരാശിയെ സഹായിക്കാൻ കഴിഞ്ഞതായ ഒരു സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചതാ. ഞാൻ ബാക്കി പിന്നീട് പറയാം. താങ്ക് യു. പക്ഷേ എന്റെ ഹൃദയം ഒത്തിരി വേദനിപ്പിച്ച ഒരു കാഴ്ചയുണ്ട്. അതായത് താലിബാൻ ഭരണം ഏറ്റെടുക്കുമ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ ഒരു അമേരിക്കൻ ഭടന്റെ കയ്യിലേക്ക് തന്റെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഹൃദയഭേദകമായ ഒരു കാഴ്ചയുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? പക്ഷെ അവര് കണ്ടത് ഈ ശരിയത്ത് ഭരണമുള്ള ഒരു വരാൻ പോകുന്ന, അല്ലെങ്കിൽ അതിലേക്ക് താലിബാനെ പോലെ ഒരു കാടൻ ഭരണം ഉണ്ടാകാൻ പോകുന്ന, ഒരു കാട്ടറബി സംസ്കാരം നടപ്പിലാക്കാൻ പോകുന്ന ഒരിടത്ത് തന്റെ കുഞ്ഞു വളരരുത്, അതിലും ഭേദം അവനോ അവളോ അനാഥനായിട്ട് വളരുന്നതാണ് എന്ന് ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ ആ മാതാവ് അത് ചെയ്തത്. അങ്ങനെയുള്ള സംവിധാനമാണോ ഇസ്ലാം ലോകത്തിന് സംഭാവന ചെയ്യുന്നത്? അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ, നമ്മൾ വിട്ടുപോയൊരു കാര്യം, പാസ്റ്റർ വിട്ടുപോയെന്നല്ല, അതിലൊരു എടുത്തു പറയേണ്ടതായ ഒരു കാര്യം, നമ്മുടെ കൽക്കട്ടയിൽ വന്ന് കാലുകുത്തി അവിടെ ഒരു ചാരിറ്റിയുടെ തന്നെ ഒരു വലിയ സൗധം തീർത്ത നമ്മുടെ മദർ തെരേസയെ കുറിച്ചാണ്. അതുകൂടെ ഒന്ന് പരാമർശിക്കണം പാസ്റ്റർ. തീർച്ചയായിട്ടും ആധുനികമായൊരു കാലത്ത് നമ്മളേറെ പ്രശംസിക്കുന്ന ഒരു മഹനീയ മാതൃകയാണ് മദർ തെരേസ. ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരൻ വർഗീസ് സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു സ്ഥലം കാണാൻ കൊണ്ടുപോയി. ഞാൻ യേശുവിന്റെ കല്ലറയൊക്കെ നിരവധി തവണ കണ്ടിട്ടുണ്ട്, 6-7 തവണ കണ്ടിട്ടുള്ള ആളാണ്. എനിക്ക് അവിടെ ഒന്നും വൈകാരികമായ തോന്നലൊന്നും ഉണ്ടായില്ല. അവിടെ നിന്നൊക്കെ കരയുന്നവരുണ്ട്, ഞാൻ പ്രസംഗിച്ചതുള്ളൂ അവിടെ നിന്ന്. പക്ഷെങ്കിൽ അദ്ദേഹം കൂടെ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചൊരു സ്ഥലമുണ്ട് ലോകത്ത്, അത്രയും താണ് വീണ്. അത് സാക്ഷാൽ വില്യം കേരിയുടെ ഒരു ചെറിയ വീടാണ്. അപ്പോ കെറ്ററിങ്ങിലുള്ള ആ സ്ഥലത്ത് നോർത്താണ്ടണിലാണ് അദ്ദേഹം. ആ സ്ഥലപ്പേര് ഇതിന്റെ തെറ്റിയെങ്കിൽ തിരുത്തിക്കോണം. അവിടെ ചെന്നിട്ട് അദ്ദേഹം ഈ വീട് കാണിക്കാനായിട്ട് കൊണ്ടുപോയി. വില്യം കേരി ജനിച്ചതും വളർന്നതും ഒക്കെ ആയിട്ടുള്ള വീട്. ആ വീട് കഷ്ടിച്ചൊരു 10 അടി വീതി കാണും, 10 അടി ഇല്ല, ഒരു 8 അടി കാണും. ഞാനിങ്ങനെ കൈയൊക്കെ വെച്ച് നോക്കിയിട്ട് നീളമുണ്ട് ആ റൂമിന്. അതിന്റെ ഓരത്ത് മാറിയിട്ട് പഴയ കാലത്തുണ്ടാക്കിയ ഒരു സിങ്ക്, ഈ വെള്ളമൊക്കെ ഒഴുകാനായിട്ടുള്ള, അതിനപ്പുറത്തൊരു പുൽപ്പിറ്റും ഉണ്ട്, വില്യം കേരി ഉപയോഗിച്ചതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കൊത്തുപണി, ഈ ചെരുപ്പ് തുന്നാനൊക്കെ വേണ്ടി ഇട്ടിട്ടുള്ള കുറെ ഉപകരണങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഇന്ത്യ പോലൊരു രാജ്യത്തെ ആ മനുഷ്യൻ സ്വപ്നം കണ്ടത്. അവിടെ ഇരുന്ന് കഷ്ടതകളുടെ നടുവിലൂടെ, വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യൻ ആർജിതമായ കഴിവുകൊണ്ട് അദ്ദേഹം ഗ്രീക്കും ഹീബ്രുവും പഠിച്ചു, ബംഗാളി ഭാഷയിലെ നിഘണ്ടു കൊണ്ടുവന്ന് കഷ്ടിച്ചിരുന്ന് അതൊക്കെ പഠിച്ചു. ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കെയാണ് ജോൺ തോമസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡോക്ടറെ പരിചയപ്പെടുകയും അദ്ദേഹം പല ഘട്ടങ്ങളിലൂടെ കഷ്ടതയിലൂടെ നടന്ന് ഇന്ത്യ മഹാരാജ്യത്തെത്തി ഇവിടെ മരിച്ചു വീഴുന്ന മാനസരോഗിയായ ഒരു ഭാര്യയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കഷ്ടതകളിൽ കൂടി കടന്നു വന്ന് ആ മനുഷ്യനാണ് സതി നിരോധനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. രാജാറാം മോഹൻ റോയൊക്കെ പിന്നീടാണ് വരുന്നത്, ചരിത്രം അറിയാതെ പറയുന്നതാണ്. ഇത് ഇന്ത്യ ആദരിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോ അടുത്തത്, അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായി BA, MA ഈ ബിരുദങ്ങളുള്ള ഒരു കലാലയം തുടങ്ങിയത്. അതിനു മുമ്പ് ഈ പണ്ഡിറ്റ് എന്ന ബിരുദമാണുള്ളത്. അപ്പൊ ഇന്ത്യക്കാരൻ ആദ്യം ഈ ബാച്ചിലർ ഓഫ് ആർട്സും മാസ്റ്റർ ഓഫ് ആർട്സ് എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയത് സാക്ഷാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത വില്യം കേരി എന്നറിയപ്പെടുന്ന സുവിശേഷകനായ ഒരു ചെരുപ്പ് കുത്തിയുടെ സുവിശേഷം കേട്ടാണ്. എന്നിട്ടാണ് ഇന്ന് പല ആളുകളും ഞങ്ങൾ പാസ്റ്റർമാർ ഉപദേശിമാരെന്നൊക്കെ പറയുമ്പോൾ എന്തോ പുച്ഛമാണ്. ഇവനിത് പഠിക്കാനുള്ള വഴി, മാർഗദർശനം കൊടുത്തത് സുവിശേഷമാണ്. ഫ്രഞ്ച് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് കീഴിൽ വില്യം കേരിയുടെ സ്ഥാപനം അംഗീകരിക്കുകയും ആ ഫ്രാൻസിന്റെ അധീനതയിൽ കിടന്ന ഒരു സ്ഥലത്താണ് വില്യം കേരി സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജിന് തുടക്കം കുറിക്കുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശം ഇരുന്ന സ്ഥലമല്ല. അപ്പൊ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്
ആദ്യമായിട്ട് ഒരു കലാലയം രൂപപ്പെടുത്തുന്നത് അദ്ദേഹമാണ്. അദ്ദേഹമാണ് ബംഗാളി ഭാഷയിലേക്ക് ബൈബിൾ പരിവർത്തനം ചെയ്യുന്നത്. അദ്ദേഹമാണ് ബംഗാളി ഭാഷയിൽ വ്യാകരണം ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് ബർമ ഭാഷയിൽ വ്യാകരണം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ 100 സംഭവങ്ങൾ. ഒടുവിൽ ഈ മണ്ണിൽ തന്നെ അദ്ദേഹം മരിച്ചു വീണു. അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് 1993 ഇന്ത്യയിലെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ശങ്കർ ദയാൽ ശർമ്മ അദ്ദേഹം ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. അപ്പൊ നമുക്ക് ഇങ്ങനെ ചരിത്രമുള്ളവരാണ്. ഇതിനുശേഷം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ട അനുഗ്രഹീതമായൊരു മാതൃകയാണ് മദർ തെരേസ. ആ തെരേസയുടെ നിർമ്മൽ ഹൃദയം എന്നറിയപ്പെടുന്ന മഹത്തരമായൊരു സ്ഥാപനമുണ്ട്. അതൊരു ഹൂഗ്ലി നദിയുടെ തീരത്ത് വലിച്ചെറിയുന്ന ജാരസന്തതികളെ, അതായത് അൺവാണ്ടഡ് പ്രഗ്നൻസി, അത് കളയാൻ അന്നത്തെ മാർഗമില്ലാതെ ആ സ്ത്രീകളെ ഒന്നും കുറ്റം പറയല്ല. കാരണം സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളുടെ പരിണിത ഫലമായിട്ട് കൽക്കട്ടയുടെ ചുവന്ന തെരുവുകളിൽ നിന്നൊക്കെ നിഷ്കാസിതരാകുന്ന കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കുളിപ്പിച്ച് കഴുകി വൃത്തിയാക്കി അവരെ തന്നോട് ചേർത്ത് പിടിച്ച, കുഷ്ഠരോഗികൾക്കൊപ്പം ചേർന്ന് നടന്ന, അവർ കഴിക്കുന്ന ഭക്ഷണം അവർക്കൊപ്പം ഇരുന്ന് കഴിച്ച, അവരെ ചുംബിച്ച, അവർ നെയ്തു കൊടുക്കുന്ന വസ്ത്രം ധരിച്ച, ആ വിധത്തിൽ പ്രവർത്തിച്ച കർത്തദാസിയാണ് സത്യത്തിൽ മദർ തെരേസ. ഇങ്ങനെ നിരവധി ആളുകളുടെ ചരിത്രം ലോകമാസകലം ഞങ്ങൾക്ക് പറയാനുണ്ട്. അത് സാമൂഹ്യ സേവനത്തിന്റെ ഒരു വശമാണെങ്കിൽ, ഇപ്പുറത്ത് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം, മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ള ആളുകൾ ഒരു മറുവശത്ത്. ഇവരൊക്കെ എന്താണ് ചെയ്തത് വന്നത്? അവര് സാമൂഹ്യ രംഗത്തിറങ്ങി പ്രവർത്തിച്ചു. എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെ പ്രവർത്തിച്ചു. കൃത്യമായ വിധത്തിൽ മനുഷ്യരാശി ഇന്ന് ആർജിച്ചെടുത്ത അറിവിന്റെ വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സുവിശേഷമാണ് യത്നിച്ചത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. കൈരളി ചാനലിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ വെച്ച് ശ്രീ ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന് അദ്ദേഹം പാർലമെന്റിലെ MP ആണ്. അദ്ദേഹം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഈ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകരല്ലേ, നിങ്ങൾ ആളുകളെ കൂട്ടിക്കൊണ്ട് ഹല്ലേലൂയായി സ്തോത്രമൊക്കെ പറഞ്ഞ് അവരെ ചൂഷണം ചെയ്യല്ലേ? അപ്പൊ ചൂഷണം ചെയ്യുന്നവരുണ്ട് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, അത്ര ആളുകളെയും ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി പോയ ഇടത്തേക്ക് നിങ്ങളൊന്ന് നോക്കുക. അവിടെ ഉണ്ടായ എന്താണെന്നറിയോ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഉണ്ടായ എന്താണെന്നറിയോ? നിങ്ങൾ ഡാളസിലും ടെക്സാസിലും ഇംഗ്ലണ്ടിന്റെ പല ഇടങ്ങളിലും ചെന്നാൽ തലയുയർത്തി നിൽക്കുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, നമ്മുടെ നെഹ്റുവും ഇപ്പൊ പറയുന്ന ശശി തരൂരും ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയും ഒക്കെ പഠിച്ച മഹത്തര സ്ഥാപനങ്ങൾ, അത് തലയുയർത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയണ്ട? ക്രിസ്ത്യാനിത്വത്തിന്റെ ചങ്കുറപ്പിന്റെ മീതെയാണ് അത് തലയുയർത്തി നിൽക്കുന്നത്. ഇന്ത്യയിലെ കോളേജുകൾ എടുക്കുക, ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ എടുക്കുക, അത് നിങ്ങൾ എടുത്ത കേരളത്തിലെ സ്ഥാപനങ്ങൾ എടുക്കുക, അവിടെയെല്ലാം ഉയർന്നു നിൽക്കുന്നത് സുവിശേഷത്തിന്റെ വൈജയന്തികളാണ് പാറിക്കളിക്കുന്നത്. അപ്പൊ നമ്മളോട് വന്നിട്ട് നിങ്ങൾ എന്ത് സാമൂഹ്യ സേവനം ചെയ്യുമെന്ന് ചോദിച്ചാൽ, താഴെ തട്ട് മുതൽ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ഇനി താഴെ തട്ടിൽ അല്ലാതെ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയുക, അത്ര രഹസ്യമാക്കി അത് ചെയ്യണം. ആ വിധത്തിൽ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. പുറത്തുള്ളവർക്കും ആ സഹായം ചെയ്യാൻ ബാധ്യസ്ഥമായ നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം മറച്ചു വെക്കുന്നില്ല. ഞങ്ങൾ ചോദിച്ചുകൊണ്ട്, ബോബിയിലൂടെ ആ ചോദ്യം ഇവിടെ വന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. ആ ചരിത്രം ആർക്കും അവഗണിക്കാൻ പറ്റാത്തതാണ്. അത് ഇന്ത്യ ചരിത്രം അംഗീകരിച്ചാണ്, കേരള ചരിത്രം അംഗീകരിച്ചാണ്, ലോക ചരിത്രം അംഗീകരിച്ചാണ്. അവസാനം ഒരു അഡീഷനും കൂടെ, ഒരു പോയിന്റും കൂടെ. ഈ നമ്മുടെ താലിബാൻ ഈ ഭരണം കൈയേറ്റപ്പോൾ അവിടെ ഉണ്ടായത്, ജനം ശരിക്കും ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വീണ്ടും ബന്ധനത്തിലേക്ക് പോവുകയാണ് അവിടെ ചെയ്തത്. ഇസ്ലാം ലോകത്തിന് എക്കാലത്തും സംഭാവന ചെയ്തിട്ടുള്ളത് ഇത്തരം കാടത്തങ്ങളല്ലേ, അല്ലാതെ എന്തെങ്കിലും സാമൂഹിക പരിഷ്കരണങ്ങളോ പൊതുനന്മയ്ക്കായിട്ട് ഉതകുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇസ്ലാം ചെയ്തിട്ടുണ്ടോ? പലയിടത്തും ഇസ്ലാം പോയപ്പോഴെല്ലാം ലൈബ്രറികളാണ് അവരുടെ ലക്ഷ്യം. അലക്സാണ്ട്രിയയിലേക്ക് ലൈബ്രറികൾ, അമൂല്യങ്ങളായ ലൈബ്രറികൾ കത്തിക്കുകയാണ് ഇസ്ലാമിന്റെ ഈ ആക്രമണം കൊണ്ട് അവർ ചെയ്തു കൂട്ടിയത്. അപ്പൊ ഇതാണോ ലോകത്തിന് ഇസ്ലാം നൽകുന്ന സംഭാവന? അത് പറയാം. ഇത് ഒരു പുതുമയല്ല ഇസ്ലാമിനെ സംബന്ധിച്ചോളം. ഈ നമുക്കതൊരു ആഴത്തിലിറങ്ങി പറഞ്ഞ് പഠിക്കേണ്ടതാണ്. ഈ മുഹമ്മദിനുള്ളൊരു ദുശീലം അത് ഇന്നും അത് തന്നെയാണ് തുടരുന്നത്. ഇദ്ദേഹത്തിന് ഈ പ്രശംസിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. നമ്മളെ വചനത്തിനൊരു പ്രത്യേകത, പരിധി വിട്ട പ്രശംസ കേൾക്കുമ്പോഴേ മനസ്സിൽ ശാസിക്കണം നമ്മൾ. ഒരാൾ ഇവിടുന്നോട് പറയാണ്, അൽക്കുടത്തോട്ടം എന്ന് പറയുന്ന ആള് ഗംഭീരനാണ്, ധീരനാണ്, വീരനാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ട കർത്തവ്യം, തമ്പുരാനെ ഇത് കേൾക്കുമ്പോഴൊന്നും എന്റെ എളിമത്വം നഷ്ടപ്പെടാതെ എന്നെ ഒന്ന് സൂക്ഷിക്കണമേ, ഞാൻ എത്ര ചെറിയ മനുഷ്യനെന്ന് എന്നെ പഠിപ്പിക്കണമേ, ഇതുള്ളിൽ പ്രാർത്ഥിക്കണം. ഇത് കേൾക്കാനൊക്കെ സുഖമാണെങ്കിലും അത് നമുക്ക് തകരാൻ അതിൽ പരം ഒരു കാര്യം വേണ്ട. എങ്കിലും ഒരു മനുഷ്യന് അർഹിക്കുന്ന അപ്രിസിയേഷൻ അയാൾക്ക് നൽകുകയും വേണം. അത് മുഖസ്തുതിക്ക് വഴിമാറാൻ പാടില്ല. മുഖസ്തുതിക്ക് വഴിമാറുകയും ചെയ്യരുത്,
ഒപ്പം തന്നെ അത് എന്താണ് പറയുക, അപ്രിസിയേഷൻ നല്ലതുമാണ്, നമ്മൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇനി ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതിര് വിട്ടൊന്നും തോന്നാൻ പാടില്ല. ഇത് നമുക്ക് മാതൃകയുണ്ട്. അപ്പോസ്തലനെ വഴി കാണുമ്പോൾ ആൾക്കാർ വല്ലാതെ ബഹുമാനിച്ചു. ഇവരുടെ പ്രസംഗം കേട്ടു, സെയിന്റ് പോളിന്റെ പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിൽ പോളും ഉണ്ട്, നമ്മുടെ ഭരണവാസും ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ ഈ ഭരണവാസ് നമ്മുടെ ചർച്ചകളിൽ കാര്യമായി വരാത്തൊരു വലിയ മനുഷ്യനാട്ടോ. അപാരമായ ജ്ഞാനത്തിന്റെയും മറ്റൊരു പൗലൂസാണ് അദ്ദേഹം. ഈ പ്രസംഗം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് മാർസ് എന്നും വീനസ് എന്നും ഒക്കെ പേര് മാറ്റിക്കൊണ്ട് ഇവർക്ക് പൂമാലകൾ കൊണ്ട് കഴുത്തേലിടാൻ വരികയും അപ്പോൾ തന്നെ ഈ കാളകളെ ഇവരുടെ മുമ്പിൽ യാഗമർപ്പിക്കാൻ വേണ്ടി വരികയും ചെയ്തു. അപ്പോ സാധാരണ മനുഷ്യരാണ് എന്ത് പറയും? അവരറിവില്ലായ്മയല്ലേ, അവര് പൂമാല ഇട്ടുകൊണ്ട് പോട്ടെ, കാളയെ യാഗമർപ്പിക്കുക, അത് പോട്ടെ, നമുക്ക് പിന്നെ അവർക്ക് വിവരമൊക്കെ വരുമ്പോ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് ഇത് അക്സെപ്റ്റ് ചെയ്യും. ഇവരെന്താ പറഞ്ഞതറിയണ്ടേ? ഇത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ചെയ്തു എന്ന് ചിന്തിച്ച് നിങ്ങൾ ഈ മാല ഇടാൻ വരികയാണോ? എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് വ്യർത്ഥ കാര്യങ്ങളാണ്, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് മാനസാന്തരപ്പെടണം. അത് എംഫസൈസ് ചെയ്തു. ഈ പ്രശംസിച്ചാൽ ആ പ്രശംസയ്ക്ക് തല വെച്ച് കൊടുക്കുന്ന വിധത്തിലെ അല്പന്മാരല്ല യഥാർത്ഥ ക്രൈസ്തവര്. അങ്ങനെ പ്രശംസിക്കണമെന്നൊന്നും ഒരു നിർബന്ധം ഇവിടെ ഇല്ല. അതാണ് കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് മാതൃക കാണിച്ചെന്ന അപ്പോസ്തലന്മാരാണ്. ഇനി യേശുവിലേക്ക് എല്ലാം, യേശുവിനെ കളത്തിയടിക്കാൻ വന്നാൽ അവന് സുഖമാണ്, മനസ്സിലായില്ലേ? യേശുവിനെ വന്നിട്ട് ഒരുത്തൻ വിളിച്ചു, നല്ലവനായ ഗുരു, അത് കൈവച്ചേക്കാൻ പറഞ്ഞു. ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു, കുഞ്ഞു പോക്കാട്ടെ, പോയി വീണ്ടും ജനിച്ചിട്ടൊക്കെ വാ കേട്ടോ, പോകാട്ടെ. ദേഹത്ത് തട്ടി പുറത്തോട്ട് വിട്ടു. അത് നോക്കിയാൽ യേശു ഗെറ്റ് ഔട്ട് അടിച്ച് വിടുന്ന ഒരു ശബ്ദമുണ്ട്. കാരണം പ്രശംസയൊന്നും എടുക്കുന്നില്ല ഇങ്ങോട്ട്. യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. പിശാച് വിളിച്ചപ്പോ പറഞ്ഞു മിണ്ടരുത്, പൊക്കോളാൻ പറഞ്ഞു, ഓടിച്ചു വിട്ടു. പ്രശംസ എടുക്കൂല. ആരാധന വേറൊന്ന്, പ്രശംസ ചുമ്മാ പ്രശംസിക്കുന്ന വേറൊന്ന്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറയുന്നത്, ഈ പാട്ടും ആരാധന നടക്കുമ്പോൾ മനുഷ്യനെ കൊണ്ട് വെറുതെ ഹല്ലേലൂയ പറയിപ്പിക്കരുത്. അത് വെറും പ്രശംസയാണ്. ഹൃദയത്തിൽ തട്ടി പറയേണ്ടതാണ്. ഹല്ലേലൂയ പറയാം, സ്തോത്രം പറയാം, ആരാധിക്കാം. ചുമ്മാ ബോളൊന്നും വെക്കേണ്ട കാര്യമില്ല. ഹൃദയത്തിൽ തട്ടി തമ്പുരാന് കൊടുക്കുന്ന സ്നേഹത്തിന്റെ പ്രകടനമാണ് ആരാധന. അതിനപ്പുറത്തേക്കൊന്നും വരല്ലേ. ഇത് ഇനി മറുവശത്തേക്ക് വരാം. മുഹമ്മദ് എങ്ങനായിരുന്നു? എവിടെ അള്ളാഹുവിനെ സ്തുതിക്കുമോ ആ സ്തുതിയുടെ കൂടെ മുഹമ്മദിന്റെ പേരൂടെ ചേർക്കണം. എന്തൊരു സ്വയപ്രശംസ! ഈ കൂടെ ഇങ്ങനെ ഇതിനെയൊക്കെ അന്ന് ചോദ്യം ചെയ്ത ഒരു കവിയത്രി ഉണ്ടായിരുന്നു. അപ്പൊ അസ്മ ബിന്ദു മാർവൻ എന്നായിരുന്നു അവരുടെ പേര്. അവര് മുഹമ്മദിനെ പുകഴ്ത്തി പാടിയില്ല എന്ന് പറഞ്ഞ് മുല കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ കുഞ്ഞിനെ വലിച്ചു മാറ്റി അങ്ങോട്ട് ഇട്ടു. അത്രയും കാരുണ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ കുഞ്ഞിനെ അങ്ങോട്ട് വലിച്ചു മാറ്റിയിട്ട് അവരെ കണ്ടം തുണ്ടമാക്കി നുറുക്കിക്കളഞ്ഞു. മനസ്സിലായില്ലേ? ഇങ്ങനെ കവികളെ പോയി കൊന്നുകളഞ്ഞു. ഇനിയും പുകഴ്ത്തിപ്പാടാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് ഈ മിമ്പറിൽ പ്രസംഗപീഠത്തിന്റെ അടുത്ത് ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ നിർത്തി പ്രസംഗിപ്പിക്കും. ഈ ഇദ്ദേഹം ധീരനാണ്, വീരനാണ്, മഹോന്നതനാണ്, ഇന്നീ കേൾക്കുന്ന പോലെ എന്റെ ലിവറാണ്, കരളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുമല്ലോ. മറ്റേ മുജാഹിദ് വാലിശ്ശേരി ഏതാണ്ട് അങ്ങനെ ഒന്ന് പറയുന്നത് കേട്ടു. അപ്പോ മാണിക്യ കൊട്ടാരത്തിലെ ചക്രവർത്തിയാണ്, ഇതൊക്കെ കേൾക്കുന്ന പുള്ളിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഈ രൂപത്തിലായിരുന്നു. അപ്പൊ ഈ പ്രശംസാ വഴി അല്ല നമ്മൾ പോകുന്നത്. അപ്പൊ ഇവരിങ്ങനെ വന്ന് കൊല്ലിനും കൊലയ്ക്കും മടിയില്ലാത്തൊരു വിധത്തിലാകുന്നു. ഒരു പ്രാകൃതാവസ്ഥ വേണം പുകഴ്ത്താൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മുമ്പിൽ ഒരു പ്രാകൃതമായ കാര്യം കാണുന്നു, അതിനെ പുകഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അറിവില്ലായ്മ കൊണ്ടൊക്കെ സംഭവിക്കാം. ഞാനത് എൻ്റെ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞു. ആ ചർച്ചയിൽ പറഞ്ഞത് ഒരു അല്പം തെറ്റായി പോയി. തെറ്റല്ല, എന്നാൽ അതൊരു ശരിയുമാണ്. അത് ആവർത്തിക്കുകയാണ്. ഞാൻ ഹിന്ദുവായിട്ട് ജീവിതം തുടങ്ങിയ ആളാണ്. ചെറുപ്പത്തിൽ എൻ്റെ പെങ്ങളും ഞാനും ഒക്കെ ഇരുന്ന് പാടുന്ന ഒരു രാമസ്തുതിയുണ്ട്. ആ രാമസ്തുതി ഒരു ശിവസ്തുതിയുണ്ട്. ആ ശിവസ്തുതിക്കകത്ത് പറയുന്നുണ്ട്, പാടുന്നത് എന്താണ്? അത്തിമര പൊത്തിൽ നിന്നും അത്ഭുതമായി ഉത്ഭവിച്ച ശിവൻ ശരണമെന്ന് പാടിയിട്ട് ലീലയാടി ലീലയാടി, പിന്നെന്തുവാ, ചന്ദ്രചൂടൻ ഒരു നാൾ ആനപാടി വായ്ക്കാട്ടിൽ ലീലയാടി ലീലയാടി, പിന്നെ ഗണപതിയെ സ്തുതിക്കുന്ന ഭാഗമാണ്. എന്താന്ന് വെച്ചാല് ഈ ശിവനും പാർവതിയും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന വഴിക്ക് അവർ ഉത്തേജിതരാവുകയും സെക്സിൽ ഏർപ്പെടുകയും ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവർ തൃപ്തരാകുന്നില്ല രണ്ടു കൂട്ടരും. അപ്പൊ അവര് കാട്ടിലേക്ക് നോക്കിയപ്പോൾ ആനകൾ തമ്മിൽ സെക്സ് ചെയ്യുന്ന ഒരു രംഗം കാണുകയാണ്. ഇത് കണ്ട് ഉത്തേജിതരായിട്ട് അവര് സെക്സ് ചെയ്യാൻ തുടങ്ങി. 100 കൊല്ലത്തോളം നീണ്ടു നിന്നതാണ് ആ ബന്ധം. ആ ബന്ധത്തിൽ രൂപപ്പെട്ട കുഞ്ഞാണ് ഗണപതി. അതുകൊണ്ടാണ് ഈ തുമ്പിക്കൈയും ശരീരവും ഒക്കെ ഉള്ളത്. അപ്പൊ ഞാനിത് വീട്ടിൽ ഇരുന്ന് പണ്ട് പാടിയില്ലെങ്കിൽ വീട്ടിൽ അടി കിട്ടും, നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ അച്ഛനും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല, എനിക്കും അറിയില്ല, പെങ്ങൾക്കും അറിയില്ല. ഞങ്ങൾ ലീലയാടി ലീലയാടി എന്ന് പറഞ്ഞ് പാടുകയാണ്. പിന്നെ മനസ്സിലാകുന്നത് വീട്ടിൽ നിന്ന് പാടാൻ കൊള്ളുന്ന സാധനമല്ല. ബോധം വന്നപ്പോൾ അത് വിട്ടു. മനസ്സിലായില്ലേ? ഇവിടെയാണ് ഞങ്ങൾ ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠത ഉയർത്തി പറയുന്നത്. ഞങ്ങൾ എന്തിനാ പറയുന്നത്? അവൻ ക്രൂശിക്കപ്പെട്ടു, അവന്റെ രക്തം കൊടുത്ത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. എന്തൊരു ആനന്ദമാണ് ആ വാക്കുകൾക്ക്. മനസ്സിലായില്ലേ? അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവിടുന്ന് ക്രൂശിൽ അർപ്പിച്ച അവന്റെ രക്തത്തിൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്.
അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വിളങ്ങുന്നത്. ഇഹലോകത്തിലെ കഷ്ടതകൾ മാറി നിത്യതയുടെ നിതാന്തമായ ഒരു ലോകത്തിലേക്ക് നമ്മൾ വേഗം പറന്നുപോകും. ഇതാണ് ഞങ്ങൾ പാടുന്നത്, ആരാധിക്കുന്നത്, സന്തോഷിക്കുന്നത്. അത് പറയുന്നതിന് പകരം അധമമായതിനെ നമ്മൾ വന്നിട്ട് പ്രകീർത്തിക്കണം പ്രകീർത്തിക്കണം എന്ന് പറയുക. ഷേവിങ് ചെയ്യില്ല, കുളിയില്ല, നനയില്ല, താടി നീട്ടി വളർത്തിയിട്ടുള്ള ഒരു പറ്റം ആളുകൾ. മറുവശത്ത് എന്താണ്? ആധുനികമായ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ ആധ്യാത്മികത മറവില് അതിനെ ചൂഷണം ചെയ്യുന്ന ആളുകൾ. ഇനി താലിബാനിലേക്ക് വരാം. താലിബാനെ വിശേഷിപ്പിച്ചത് എന്താണെന്നറിയണ്ടേ? അഫ്ഗാനിസ്ഥാൻ അവിടെ കയറി പിടിക്കുമ്പം ഇവിടുത്തെ ഒരു പ്രമുഖ പത്രം, മാധ്യമ ദിനപത്രം വിശേഷിപ്പിച്ചറിയോ? താലിബാൻ വിസ്മയം. എന്താ കാര്യം? അവിടെ നാളെ മുതൽ ഇതില്ല, എന്താ പറയുന്നത്, ബാർബർ ഷോപ്പുകളില്ല, അവിടെ എന്റർടൈൻമെന്റിന് വേണ്ട സൗകര്യങ്ങളില്ല, ഇതെല്ലാം കൂടെ കളഞ്ഞു. എന്തിന്? ഒരു പെൺകുട്ടിയെ പിടിച്ച് അവിടെ കയ്യ് ചിളച്ച വെള്ളത്തിൽ മുക്കി കൊടുക്കുന്നുണ്ടോ? എന്താ കാര്യം? അവള് കൈ മറച്ചില്ലെന്ന്. പൊതുരംഗത്തേക്ക് ഇറങ്ങിയപ്പോ കൈ മറച്ചില്ല. കാരണം അവൾ കൈ മറച്ചില്ല എങ്കിൽ ആ കൈ കാണുമ്പോൾ പുരുഷന് ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ വരും. ഇപ്പൊ ഞങ്ങൾ അതാ ചോദിക്കുന്നെങ്കിൽ ആ പുരുഷന്റെ കണ്ണിലല്ലേ ചൂടുവെള്ളം ഒഴിക്കണ്ടേ? സ്ത്രീക്ക് അല്ലല്ലോ ഉപദ്രവിക്കണ്ടേ? ഇത്തരത്തിൽ ഹീനവും നികൃഷ്ടവുമായ കാര്യങ്ങൾ താലിബാൻ ആണെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും അത് ആര് ചെയ്യുന്നതിന് അവരെ കുറ്റം പറയാൻ പാടില്ല. അവരുടെ ഗുരു പഠിപ്പിച്ചത്, ആ ഗുരുവിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് വ്യത്യസ്തനായ ഒരു ഗുരുവിനെ ഒരു തരത്തിലും ഇത്തരം പാപവഴികളിലൂടെ മനുഷ്യനെ നയിക്കാതെ, അതും നമ്മൾ സ്വന്തം മനസ്സോടെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ 5 മണിക്കൂർ പ്രാർത്ഥിക്കണം, 2 മണിക്കൂർ പ്രാർത്ഥിക്കണം, 3 നേരം, ഇതൊന്നും ഇല്ലെന്ന്. ഒന്നും എഴുതി വെക്കാതെ കൃത്യം ഒരു പ്രമാണം പോലെ പാടുകയും പ്രാർത്ഥിക്കുകയും സമൂഹത്തിന് നന്മ ചെയ്യുകയും ചെയ്യത്തക്ക ഒരു ആധ്യാത്മിക സംസ്കാരം നമ്മുടെ ഉള്ളില് ഇൻബിൽട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ എന്തോ ഒരു ആശ്വാസമാണ്, എന്തോ ഒരു വിടുതലാണെന്ന് ആലോചിച്ച് എനിക്ക്. ഞാൻ ക്രൂശീകരണം പറഞ്ഞപ്പോ എനിക്ക് വീണ്ടും ഈ രാത്രിക്ക് പ്രസംഗിക്കാൻ തോന്നുകയാണ്. കാരണം അത്ര ഉന്മേഷമാണ്. നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന യുവാസന്മാർക്ക് ഒരു സമയം കൊടുത്ത് ക്രൂശിനെ പറ്റി പറയാൻ അത് തരുന്ന ഒരു പ്രചോദനമുണ്ട്. 2-3 മിനിറ്റ് പറഞ്ഞാൽ മതി, നമ്മുടെ സ്ഥിതി മാറി. ക്രൂശ് നമുക്ക് വിടുതലിന്റെ വഴിയാണ്. ക്രൂശ് നമ്മുടെ വിമോചനത്തിന്റെ ധാരയാണ്. ആ ക്രൂശിലൂടെ അല്ലാതെ മനുഷ്യരാശിക്ക് രക്ഷ ഉണ്ടാവില്ല എന്നുള്ള സുവിശേഷമാണ് നമ്മുടെ വ്യതിരിക്തത. ഇതല്ലല്ലോ ഇവര് പറയുന്നത്, ഇതല്ലല്ലോ ഇവർക്ക് പറയാനുള്ളത്. പ്രാകൃതമായ ലോകത്തേക്ക് കൊണ്ടുപോവുക, മ്ലേച്ഛതകൾ മാത്രം ചെയ്യാൻ മനുഷ്യനെ പഠിപ്പിക്കുക, അധമമായ വഴിയിലൂടെ കൊണ്ടുപോവുക. അപ്പൊ താലിബാൻ ആണെങ്കിലും ലഷ്കർ ഇ തോയ്ബയാണെങ്കിലും ഇതിന്റെ ബോർഡ് മാറുന്നതിനുള്ള പണി ഒന്ന് തന്നെയാണ്. ആ പണിയുടെ ആചാര്യൻ ആരാണ്? സാക്ഷാൽ മുഹമ്മദാണ്. അദ്ദേഹത്തിന്റെ പ്രചോദനം ആരാണ്? അദ്ദേഹം തന്നെ വളർത്തിയെടുത്ത് രൂപപ്പെടുത്തിയ അള്ളാഹു എന്ന ഒരു ഗോത്രദേവനാണ്. അപ്പൊ ഗോത്രദേവൻ എങ്ങനെ ചലിക്കണം എന്ന് ചെയ്യാൻ ഗോത്രദേവന്റെ ദൈവമായ മുഹമ്മദും, സാക്ഷാൽ ദൈവം മുഹമ്മദാണ്. അവർ ചേർന്ന് നടത്തുന്ന ഇത്തരം ഗൂഢാലോചനകൾ വഴി മനുഷ്യരാശി കൂടുതൽ ഇരുണ്ട ഘട്ടത്തിലേക്ക് പോകൂ എന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഒന്നുകൂടി പറയാം, ഈ അഫ്ഗാനൊക്കെ ഒരു കാലത്ത് എങ്ങനെ ആയിരുന്നു അറിയണ്ടേ? അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. അത് ഇത് ലോകത്തെവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ ഇത്തരത്തിൽ കാണിക്കുന്ന ഉദാരത കൊണ്ട് അവർക്ക് സ്വയം നഷ്ടം വരുന്നു. ഞങ്ങൾ ഈ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് എത്ര തവണ പറഞ്ഞിരുന്നു ഈ കാര്യം. ഇവിടെ വന്നിരുന്ന് പറയുമ്പോൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തി. ഞാൻ ഒരു കാര്യം കൂടെ ഓർക്കുക, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ വർഗീസാറും ഒക്കെ കേൾക്കാനിരിപ്പുണ്ട്, ലീസിസ്റ്റും ഒക്കെ വരാറുണ്ട്. കോലായി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൽ ഇന്നലെ വന്ന ഷാവുൽ ഹമീദ് എന്ന സുഹൃത്തുമുണ്ട്. അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് എടുത്തെടുത്ത് പറയുമ്പോൾ ഈ കാനഡയിൽ ഇരുന്നു കൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു സുനിത ദേവദാസ് ഉണ്ട്. ഇത് പുള്ളിക്കാരോട് ചോദിക്കുകയാണ്, അയൽക്കൂട്ടത്തോടത്തെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്ന കേട്ടോ, ഇസ്ലാമിനെ പ്രീണിപ്പിക്കുന്നു എന്ന് പറയുന്ന കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മുഖമടച്ച് അടിക്കുന്ന പോലെ നിന്ന് സംസാരിക്കുകയും എനിക്ക് സംസാരിക്കാൻ അവസരം തരാത്ത വിധത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുകയും ചെയ്ത ഒരാളാണ് സുനിത ദേവദാസ്. ആ സുനിത ദേവദാസ് കഴിഞ്ഞ ദിവസം എണ്ണി പറഞ്ഞുകൊണ്ട് ഈ പ്രീണനത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് മനോരമ പറഞ്ഞ പോലെ, ഇന്ന് മനോരമ ചെയ്ത് നാളെ മറ്റുള്ളവർ ചെയ്യും, അന്ന് നല്ലത് നിങ്ങൾ മറ്റുള്ളവരെ അനുകരിക്കും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇതാ തുടങ്ങി വെച്ചു. ഇന്നിപ്പോ ഇവരും പറയേണ്ടി വരുന്നു. ഇതൊരു പാഠമാണ്. എന്താ കാര്യം? ഇത്തരക്കാരെ പോയി നമ്പിയാൽ തിരിച്ചൊരു ഗുണം ഉണ്ടാവില്ല എന്ന് തെളിയിച്ചു. വേണ്ട ഇത്തരത്തിലെ അമിത പരിഗണനയും പ്രോത്സാഹനവും നൽകിയത് കൊണ്ട് സ്വയം ഇപ്പുറത്ത് CPM തകർന്നു. ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അഫ്ഗാൻ പോലെ ശാന്തമായ ഒരു സ്ഥലം ഒരിക്കൽ റഷ്യയോട് ചേർന്നൊക്കെ കിടന്ന സ്ഥലമാണ്. ഒരിക്കൽ ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഇങ്ങനെയൊക്കെ കിടന്ന സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളെല്ലാം കൂടെ ദാണ്ട് ഇങ്ങനെ വന്ന് കവർച്ച ചെയ്തും പിടിച്ചെടുത്തും സ്വന്തമാക്കി. ആ സ്ഥലങ്ങളിൽ സമാധാനമില്ല, സന്തോഷമില്ല, മാനവികതയില്ല, സ്ത്രീ സമത്വമില്ല, മനുഷ്യാവകാശങ്ങളില്ല. പക്ഷെ താലിബാൻ വിസ്മയം. എന്തോരവസ്ഥയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക.